ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 147 സന്ദേശം. പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധമായ പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ആധ്യാത്മികതയിൽ പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകരുടെ ഒരേ രീതിയിലുള്ള അനുഭവം ഇങ്ങനെയാണ്. പലരും പ്രാർത്ഥനയിൽ ചിട്ടയോടെ വളരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവഹിതം പരിപൂർണമായി നിറവേറ്റുന്ന ആത്മീയ തീക്ഷ്ണത കൊണ്ട് നിറയാനും അഭിഷേകം ചെയ്യപ്പെടാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ പലരും അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചില കർത്തവ്യങ്ങളും ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ മൂലം പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം പലർക്കും കിട്ടാതെ പോകുന്നു. പലരും ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ മാറ്റിവെക്കാവുന്ന, ദൈവം കരുണ കാണിക്കുമല്ലോ എന്ന് കരുതി മാറ്റിവെക്കാവുന്ന ഒരു പരിഗണന മാത്രമേ പലർക്കും പ്രാർത്ഥനയ്ക്കുള്ളൂ. ദൈവം തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ തളർച്ചയും അധ്വാനവും എല്ലാം അവിടുന്ന് കാണുന്നുണ്ട്. ഞാൻ നിൻ്റെ കണ്ണുനീർ എൻ്റെ പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്, അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ. അതൊക്കെ ശരിയെങ്കിലും പ്രാർത്ഥനയിൽ മുടക്കം വരാതെ ഏത് തളർച്ചയിലും ഏത് സഹനത്തിലും ആ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു പോകുന്ന വ്യക്തികൾ പിന്നീട് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആത്മീയതയുടെ ഉന്നതങ്ങളിൽ, ഔന്നത്യങ്ങളിൽ അവരെത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ അനുഗ്രഹവും അഭിഷേകവുമായിട്ട് തീരും. ഒരിക്കൽ ഒരു ജൂനിയറായിട്ടുള്ള സന്യസ്ത സഹോദരി അവരുടെ ഒരു പ്രൊവിൻഷ്യലിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പ്രകാരം വിവരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ആ അമ്മ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഏതെല്ലാം വഴികളിലൂടെ എത്രയെത്ര ദൂരങ്ങളിലൂടെ സഞ്ചരിച്ചാലും വൈകുന്നേരം തിരികെ എത്തുമ്പോൾ അമ്മ ദിവികാരുണ്യനാഥന് മുമ്പിൽ സക്രാരിയിലേക്ക് നോക്കി നിശബ്ദമായിട്ട് അരമണിക്കൂർ ധ്യാനത്തിൽ ചെലവഴിക്കും. അതിനുശേഷം ആ ദിവസത്തിൻ്റെതായ റംശയും ലലിയും ആ അമ്മ ചൊല്ലിത്തീർത്തിട്ട് ബാക്കി എന്ത് ജോലിക്കും എത്ര തളർന്നാലും എത്ര ക്ഷീണിച്ചു വന്നാലും ഉറങ്ങാനായിട്ട് പോവുകയുള്ളൂ. അത് എനിക്കൊരു കരുത്താണ്. ഒരു അമ്മയിലേക്ക് നോക്കുമ്പോൾ അതിന് താഴെയുള്ള ഒരു സഹോദരിയുടെ ആത്മീയ ഉണർവിന് അത് കാരണമാവുക. പരിശുദ്ധയമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ ശിശുവും പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ മാതൃകകൾ കാണുമ്പോൾ അത് ദർശിക്കുന്ന മാത്രയിൽ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ഒരു തീക്ഷ്ണത ഉയരുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു പ്രൊവിൻഷ്യലിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നൊരു കാര്യം ഇതാണ്. എത്രയെത്ര തിരക്കുകളുണ്ടെങ്കിലും ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ എന്തെല്ലാം അധ്വാനങ്ങളിലൂടെ കടന്നുപോയാലും ഒരു ദിവസത്തിൽ തിരികെ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചിരിക്കും. ഈശോയെ, അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി തീരട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ വോയിസ് റെസ്റ്റും ത്രോട്ട് പെയിനും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണമേ, ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ, ഏത് സാഹചര്യത്തിലും കൂടുതൽ ദൈവഹിതം നിറവേറ്റുവാനും ഒന്നും പാഴാക്കാതെ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.